നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ കോച്ച് കാർലോ അഞ്ചലോട്ടി ഇതാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ആ സ്ക്വാഡിൽ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ബ്രസീലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തിയാഗോ സിൽവ 55 അംഗ പ്രിലിമിനറി ലിസ്റ്റിലുണ്ട്. 41കാരനായ താരത്തെ ഫൈനൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിൽ കളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതൊരു സർപ്രൈസ് ഇൻക്ലൂഷൻ ആയിരിക്കും. അതായത് എദർ മിലിറ്റാവോയെ നഷ്ടപ്പെട്ടു. അത് തീർച്ചയായിട്ടും ടീമിനൊരു തിരിച്ചടിയാണ്. ഡിഫൻസിൽ മാർക്കിഞ്ഞോസും ഗബ്രിയേൽ മെഗല്ലസും ഒക്കെ ഉണ്ട്, ശരിയാണ്. എന്നാൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിൻ്റെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് ഇപ്പോൾ ആഞ്ചലോട്ടി ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഡ്രിഗോ, എസ്റ്റവായോ തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങളെയും ടീമിന് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ പ്ലെൻറ്റി ഓഫ് എക്സ്പീരിയൻസ് ഉള്ള അതുപോലെ ടീമിനെ മൊത്തത്തിൽ ഉത്തേജിപ്പിക്കാൻ കെൽപ്പുള്ള ഒരാൾ ക്യാമ്പിലുണ്ടാവുക, അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തുമ്പോൾ കളിക്കാൻ ഇറക്കുമോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യം. പക്ഷേ 26 അംഗ സ്ക്വാഡിൽ 5 സെൻറ്റർ ബാക്കുമാരെ ഉൾപ്പെടുത്തുമ്പോൾ അതിലൊരു സെൻറ്റർ ബാക്കായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സീനിയോറിറ്റി, അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വലിയ മത്സരങ്ങൾ കളിച്ച് അവിടെ ടീമിനെ ഉത്തേജിപ്പിക്കാനുള്ള കെൽപ്പ്, ഇതൊക്കെ ഗുണം ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലാണ് ആഞ്ചലോട്ടി ഉള്ളതെന്നും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയേക്കും എന്നുമാണ് ലഭ്യമാവുന്ന സൂചനകൾ. മാത്രമല്ല സെലക്ഷനുമായി ബന്ധപ്പെട്ട് നെയ്മർ എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകുന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അങ്ങനെയെങ്കിൽ ജാവോ പെഡ്രോ പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നു. റയാൻ കോച്ചിങ് സ്റ്റാഫിനെ വല്ലാതെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. എസ്റ്റവായോയുടെ സ്ഥാനത്ത് റയാൻ വരും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇപ്പോൾ നെയ്മറെയും റയാനെയും ഒരുമിച്ച് സ്ക്വാഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡർ സ്പോട്ടിൽ ആൻഡ്രി സാന്റോസിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറയുന്നു എന്ന സാധ്യതകൾ കൂടി ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ വിശകലനം നടത്തുന്നുണ്ട്. എൻട്രിക്ക്, ഇഗോർ തിയാഗോ രണ്ടുപേരും സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വിനി ജൂനിയർ, റാഫിഞ്ഞ, മാത്യസ് കുഞ്ഞ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ലൂയിസ് എൻട്രിക്കെ എന്നിവർ മുന്നേറ്റ നിരയിൽ ഓൾറെഡി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നും ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും സർപ്രൈസുകൾക്ക് കാത്തിരിക്കാം. ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം ഇതാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.